ഇന്ന് ജനുവരി 1, 2025. ഈ വീഡിയോ ഒരു സെൽഫ് അനാലിസിസ് എന്ന രീതിക്കാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇതുവരെ എന്ത് ചെയ്തു, ഇനി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഏകദേശം ഒരു 9 months ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനിൽ ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. ഏകദേശം ഏപ്രിൽ മുതൽ ഫുൾ ടൈം ട്രേഡർ എന്ന് തന്നെ പറയേണ്ടി വരും. ഏകദേശം ആ ഒരു രീതിക്കാണ് രാവിലെ 9:15 മുതൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നിടം വരെ ഫുൾ ടൈം സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. പല പല മിസ്റ്റേക്കുകളും കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ പ്രോഫിറ്റ്, ചില ദിവസങ്ങളിൽ നഷ്ടം, അങ്ങനെ ഒരു അപ്പ് ആൻഡ് ഡൗൺ ജേർണി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഡൗൺ ജേർണി തന്നെയാണ് സ്റ്റാർട്ടിങ് മുതൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. എന്തായാലും ഞാൻ കുറേ നാളായി എൻ്റെ തന്നെ P&L നോക്കിയിട്ട് എന്നും ഇങ്ങനെ പൈസ ഇടും. എല്ലാ പ്രാവശ്യവും ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആകുമ്പം അക്കൗണ്ട് ടോപ്പപ്പ് ചെയ്യും, പിന്നെയും അത് പോവും, പിന്നെയും ടോപ്പപ്പ് ചെയ്യും, പിന്നെയും പോവും. പല കാര്യങ്ങൾ പഠിച്ചു, പല കാര്യങ്ങൾ പഠിച്ചില്ല, വീണ്ടും പല മിസ്റ്റേക്കുകൾ റിപ്പീറ്റ് ചെയ്യുന്നു. എന്നിരുന്നാലും 9 months അല്ലെങ്കിൽ 10 months കൊണ്ട് ഞാൻ എന്തൊക്കെ കാട്ടിക്കൂട്ടി എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക, ഒരു 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 എന്നാ പറയുന്നത്, ഒരു സിംഗിൾ പേജിൽ ഞാൻ എന്തൊക്കെ കാണിച്ചു കൂട്ടിയ മണ്ടത്തരങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ തന്നെ ഒരു റേറ്റിംഗ് ആണ് ഞാനിവിടെ ആലോചിക്കുന്നത്. എന്താണ് ഇത്ര നാൾ ചെയ്തത്, ഇനി എന്ത് ചെയ്യണം, ഇനി അത് തുടരണോ, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം ജനുവരി 2024 മുതൽ ജനുവരി 2025 വരെയുള്ള ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനിൽ കമ്പൈൻഡ് ആയിട്ടുള്ള P&L, ഇതെൻ്റെ അക്കൗണ്ടാണ്, എനിക്ക് ആകെ ഒരു അക്കൗണ്ടേ ഉള്ളൂ. അപ്പം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഏകദേശം 1,60,000 രൂപ ലോസ്, അതിൽ 80,000 രൂപ ചാർജസ്, ബ്രോക്കറേജ് 54,000 രൂപ, ട്രാൻസാക്ഷൻ ചാർജസ് 7,800, GST 11,200, STT 6,700, സ്റ്റാമ്പ് ഡ്യൂട്ടി, അങ്ങനെ ചില്ലറ ടാക്സുകളെല്ലാം അങ്ങനെ കൂട്ടിയിട്ട് മൊത്തം നഷ്ടം 1,60,000 രൂപ. ഞാൻ ഏപ്രിൽ മുതലാണ് ഏകദേശം ട്രേഡ് ചെയ്ത് തുടങ്ങുന്നത് ഫുൾ ടൈമായിട്ട്. ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്, ബട്ട് എന്നിരുന്നാലും എല്ലാ ദിവസവും ഞാൻ ട്രേഡ് ചെയ്യും, ഹോളിഡേയ്സ് ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും. ഇവിടെയൊക്കെ കുറച്ച് ഗ്യാപ്പ് വന്നെങ്കിലും, ജൂണിൽ കുറച്ച് ഗ്യാപ്പ് വന്നെങ്കിലും, ഒരു 1 വീക്കിൻ്റെ ഗ്യാപ്പ് വന്നു. ബാക്കിയുള്ള എല്ലാ ദിവസവും മാർക്കറ്റുള്ള ദിവസങ്ങളിലെല്ലാം പരമാവധി ട്രേഡുകൾ ചെയ്യാനാണ് ഞാൻ, സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവാനാണ് ഞാൻ എപ്പോഴും ട്രൈ ചെയ്യാറ്. അപ്പോൾ 1,60,000 രൂപ, അതിൽ റിയലൈസ്ഡ് P&L എന്ന് പറയുന്നത് 80,000 രൂപ ലോസേ ഉള്ളൂ. ഈ 80,000 രൂപ ബ്രോക്കറേജാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും മനസ്സിലാവും ഞാൻ നന്നായിട്ട് ഓവർ ട്രേഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്നും ഈ പൈസ വരില്ല. അപ്പോൾ ഇതൊരു 1 ഇയറിൻ്റെ ആണ്. അപ്പോൾ ഒരു ഏകദേശം ഐഡിയ കിട്ടാനായിട്ട് 54,320 രൂപ, ഒരു ട്രേഡിന് 20 രൂപയാണല്ലോ ഇവരുടെ ബ്രോക്കറേജ്. അപ്പോൾ ഒരു വർഷം ഞാൻ എത്ര ട്രേഡ് എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. 54,320 രൂപ ഡിവൈഡഡ് ബൈ 20, 2,716 ട്രേഡ് എടുത്തിട്ടുണ്ട്. അത് ബൈയും സെല്ലും കൂടി. അപ്പോൾ ഇതിൻ്റെ പകുതി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എത്ര വർഷം ബൈ ചെയ്തിട്ടുണ്ടെന്നുള്ളത്, ഇതാണ് കറക്റ്റ് ട്രേഡ്. മറ്റേത് എക്സിക്യൂട്ടീവ് ട്രേഡാണ്. പെർ ട്രേഡ് 20 റുപ്പീസ് ആയതുകൊണ്ട് 40 റുപ്പീസ് ആയിരിക്കും ബ്രോക്കറേജ് ഒരു ട്രേഡ് അപ്പ് ആൻഡ് ഡൗൺ ജേർണിക്ക്. 1,358 ട്രേഡ് ഞാൻ എടുത്തിട്ടുണ്ട്. 1,358 ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഏകദേശം എത്ര മാസം ഉണ്ടായിരുന്നു? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 മാസം കൂട്ടാം. ഡിവൈഡ് ബൈ 10, ഒരു മാസം 135 ട്രേഡ് എടുത്തിട്ടുണ്ട്. 135 ട്രേഡ് ഓൺ ആവറേജ്. ഇനി നമുക്ക് ഒരു മാസത്തിൽ ഏകദേശം ഒരു 20 ട്രേഡിംഗ് ഡേ ഉണ്ടെങ്കിൽ എന്ന് അസ്യൂം ചെയ്യാം. 22 ഉണ്ട് ചില മാസം. ഒരു 20 ട്രേഡിംഗ് ഡേയ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഡിവൈഡഡ് ബൈ 20, ഒരു ദിവസം 7 ട്രേഡാണ് എൻ്റെ ആവറേജ്. പക്ഷേ സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. അത് ഞാൻ ട്രേഡ് ചെയ്യാത്ത ദിവസങ്ങളുണ്ട്. ഇവിടുത്തെയൊക്കെ കൂട്ടിയിട്ടും കുറച്ചിട്ടുമൊക്കെയാണ്. ഇനി നമുക്ക് എന്താ പറയുക, എൻ്റെ ട്രേഡ് ബുക്ക് ഒന്ന് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഏകദേശം പിടുത്തം കിട്ടും എന്തായിരുന്നു കഴിഞ്ഞ വർഷം ചെയ്ത് കൂട്ടിയെന്നുള്ളത്. ഓക്കെ, ഡൺ. ഓക്കെ, എന്തോ എറർ വന്നു. അപ്പം 2 ട്രേഡ്സ്, 8 ട്രേഡ്സ്, 4 ട്രേഡ്, 12 ട്രേഡ്സ്, ഇതൊക്കെ ഓവർ ട്രേഡാണ്.
ഓവർ ട്രേഡിങ്ങിൻ്റെ കളിയാണ് ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല, ചുമ്മാ ബൈ സെൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുവാണ്. ഇപ്പോഴും ആ ശീലങ്ങളൊന്നും മാറിയിട്ടില്ല. നിങ്ങൾക്ക് ഇനിയിപ്പം ഇതൊന്നും നോക്കണ്ട, 15, 12 ഒരു ദിവസം അതൊക്കെയാണ്. ഇനി ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ 56 ട്രേഡ്, 24 ട്രേഡ്, 16 ട്രേഡ്, 47, 36, 44, 44, അതിൽ കൂടുതലൊക്കെ ഉണ്ട്. 65, 60, 90 വേണം അവർക്ക്. 104 ട്രേഡ്. എൻ്റെ അമ്മ. ഒക്ടോബർ 9 അന്നായിരിക്കും എൻ്റെ പൈസ മൊത്തം അടിച്ചു പോയ ദിവസം. ഒരു ദിവസം ഉണ്ടങ്ങനെ പേയ്മെൻ്റല്ല. നമുക്ക് അതും കൂടെ നോക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് അന്ന് ഞാനിതൊക്കെ കാണിച്ചുകൊണ്ട് എന്താണ് എനിക്ക് കിട്ടിയെന്നുള്ളതും കൂടെ നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഓക്കെ, ജനുവരി 2024 to 2025 കിട്ടിയില്ല. ഓപ്ഷൻസ്. ഓക്കെ, ഡേറ്റ് ഒക്ടോബർ 9, 9343 രൂപ അന്ന ദിവസം ലോസ്. ഇനി ആ ദിവസത്തിൻ്റെ സ്പെസിഫിക് ആയിട്ട് എടുക്കണമെങ്കിൽ എന്നിട്ട് 10,000 രൂപ ലോസ് കാണുമായിരിക്കും. 11,000 ചില്ലുവാൻ രൂപ. ഇത് F&Oയിലെ ലോസ് തന്നെയാണ്. പിന്നെ 2,000 ചില്ലുവാൻ രൂപ ടാക്സ്, 1,620 രൂപ ബ്രോക്കറേജ് കൊടുത്തിട്ടുണ്ട്. 12,000 രൂപ, 11,500 രൂപ ലോസ്. ഇതിലും കൂടുതൽ ലോസുകളൊക്കെ ഉണ്ട്. എത്തും പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ക്യാപിറ്റൽ വൈപ്പോട്ടൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ഇല്ല, നൈസ്. അപ്പം 11,000 ആയിരിക്കും ഏറ്റവും കൂടിയത്. 11,500 ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഏറ്റവും ബിഗ്ഗസ്റ്റ് ലോസ് അതാണ്. ഇനി ബിഗ്ഗസ്റ്റ് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തുടങ്ങിയ സമയത്തൊക്കെ കുറച്ചൊക്കെ പ്രോഫിറ്റബിൾ ആയിരുന്നു. പിന്നെ ഈ പുതിയ സ്ട്രാറ്റജീസ് ട്രൈ ചെയ്യാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോയിട്ട് കുറേ ലോസ് അടിച്ചതാണ്. ഞാൻ എന്താ പറയുന്നത്, ആദ്യമൊക്കെ ചെറിയ ട്രേഡ്, അന്ന് ലോട്ട് സൈസൊക്കെ കുറവാണ്. നിഫ്റ്റി 25, ബാങ്ക് നിഫ്റ്റി 15, വീക്കിലി എക്സ്പയർ ആയിട്ടുള്ള ടൈമാണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ചെറിയ എമൗണ്ട് മതി. 5,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലോട്ടൊക്കെ നമുക്ക് മേടിക്കാം. ബാങ്ക് നിഫ്റ്റി 5,000 രൂപ തന്നെ വേണമെന്നില്ല. വീക്കിലി എക്സ്പയർ ആകുമ്പോഴത്തേക്കും 2,000 രൂപ 3,000 രൂപയൊക്കെ മതി. അപ്പം 5,000 രൂപ വെച്ച് ആദ്യത്തെ ടൈമിലൊക്കെ ഞാൻ അക്കൗണ്ട് ടോപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. 5,000 രൂപ ഇടും. ആദ്യം തുടങ്ങിയത് 5,000 രൂപ വെച്ച് തന്നെയാണ് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നത്. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ അക്കൗണ്ട് തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒത്തിരി ആയതാണ്. പക്ഷേ ഞാൻ ഇടയ്ക്ക് ടൈം കിട്ടുമ്പോൾ ഒക്കെ ഞാനിങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഫോൺ തുറക്കുമ്പം മാർക്കറ്റ് ഓടുന്നുണ്ടെങ്കിൽ അന്നേരം ഞാൻ ട്രേഡ് ചെയ്യും. അങ്ങനത്തെ കുറേ ഇതിന് മുന്നത്തെ വർഷങ്ങളുണ്ട്, നമുക്ക് വീണ്ടും നോക്കാം. അപ്പോൾ തുടങ്ങിയപ്പം പ്രോഫിറ്റൊക്കെ ആയിരുന്നു 275, ചെറിയ ചെറിയ പ്രോഫിറ്റുകളൊക്കെ. അതായത് നമ്മൾ തുടങ്ങുന്നത് സീരിയസ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ തുടങ്ങിയത് മാർച്ചിലാണ്. 400, 800, 713, 740, 193, ഏതോ ഒരു 400 ചില്ലാൻ രൂപ ലോസ് വന്നു. പിന്നെയും കുഴപ്പമൊന്നുമില്ല. 200, 500, 700, 4,200 ഇവിടെയൊക്കെ എത്തിയപ്പോഴത്തേക്കും നമുക്കൊരു കോൺഫിഡൻസ് അങ്ങോട്ട് വരും. അതായത് അത് കോൺഫിഡൻസ് അല്ല, ഓവർ കോൺഫിഡൻസ് ആണ്. ഓക്കെ, ഞാൻ മാർക്കറ്റിനെ എന്താ പറയുന്നത് ഫുള്ളായിട്ട് പഠിച്ച് എനിക്കിനി അൺലിമിറ്റഡ് മണി ഉണ്ടാക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റൊക്കെ നമുക്ക് വരും. ആ ടൈമിൽ ഞാൻ എൻ്റെ ഒരു 20,000 രൂപ എന്തോ ഇട്ടു. എൻ്റെ ശരിയാണെങ്കിൽ ഉണ്ടായിരുന്ന പൈസ പ്ലസ് 20,000 രൂപ ഇട്ടു. അതായത് അന്നേരം ഇത് ഇത്രയും കൂടെ ആയപ്പോഴത്തേക്ക് ഞാൻ ഒരു 10,000 രൂപ മിച്ചമായി. അപ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ ഞാൻ ഒരു 20,000 രൂപ 30,000 സംതിങ് എന്തോ ആക്കി അക്കൗണ്ടിൽ, ടോട്ടൽ അക്കൗണ്ട് വാല്യൂ. എൻ്റെ പിറ്റേ ദിവസം ട്രേഡ് ചെയ്തു 4,000. അപ്പോൾ ഓർത്തു, പൊളി, ഇനിയിപ്പം പിടിച്ചാൽ കിട്ടില്ല, നമ്മൾ വേറെ റേഞ്ചാന്നൊക്കെ വിചാരിച്ച് ട്രേഡ് ചെയ്യാൻ തുടങ്ങി. 280 അന്ന് ഓക്കെ, അതൊരു നോർമൽ ദിവസമാണെന്നുള്ള കണക്കിന് വിട്ടു. പിന്നെ എന്താ ഹോളിഡേ ആയിരുന്നു എന്തോ എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അന്ന് ട്രേഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതിൻ്റെ ദിവസം 1,000 രൂപ അടുപ്പിച്ച് നമുക്ക് കിട്ടി. അതൊക്കെ കഴിഞ്ഞ് നല്ല സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോവുകയാണ്. 2,100, 1,600, ഇത് ചെയ്യാൻ പറ്റില്ലായിരിക്കും, 5,000. അപ്പോൾ ഇവിടെയൊക്കെ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ അക്കൗണ്ട് വാല്യൂ ഏകദേശം ഒരു 50,000 രൂപയൊക്കെ അടുത്തെത്തി. അപ്പോൾ ആ ടൈമിലൊക്കെ മാർക്കറ്റ് ഒരേ സൈഡിലോട്ട് ട്രെൻഡിങ് ആയിരുന്നു. അപ്പം ഈ ടൈമിൽ ട്രേഡൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും ബാങ്ക് നിഫ്റ്റിയിലായിരിക്കും ട്രേഡ് ചെയ്തിട്ടുണ്ടാവുക. ബാങ്ക് നിഫ്റ്റി നമുക്ക് ഏകദേശം നോക്കാം. ബാങ്ക് നിഫ്റ്റി ഏപ്രിൽ 2. ഓക്കെ, ഈ ഒരു ടൈമിലൊക്കെ മാർക്കറ്റ് ഏകദേശം ഒരേ സൈഡിലോട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 2 അല്ല, ഇപ്പോൾ ഒരു 5, 6 കഴിഞ്ഞിട്ട്. ഓക്കെ,
ഏകദേശം ഒരു ഫുൾ അപ് ട്രെൻഡൊക്കെ ആയിരുന്നു. ഒരു ഡിപ്പ് കിട്ടുമ്പോൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയാൽ തന്നെ അത് ഏപ്രിൽ ആദ്യം മുതലേ ഒരേ ട്രെൻഡായിരുന്നു. ഞാൻ ബൈ ട്രേഡ് മാത്രം എടുത്തുകൊണ്ടിരുന്നത്. അതായിരുന്നു എനിക്ക് ഇവിടെ പ്രോഫിറ്റബിൾ ആകാനുള്ള മെയിൻ റീസൺ. മാർച്ചിലും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. വൺ സൈഡ് ആയിരുന്നു മാർക്കറ്റ്. മാർച്ചിലും അത് തന്നെ അപ്പ് സൈഡ് തന്നെയായിരുന്നു. ഒരു ലെങ്തി ആയിട്ടുള്ള ട്രേഡായിരുന്നു. മാർച്ചിൽ ഇതുപോലെ തന്നെ തുടങ്ങിയ സമയത്ത് തന്നെ ഇതായിരുന്നു. ഓക്കെ, മാർച്ച് പകുതിക്ക് തുടങ്ങുന്നത് 12, ഏകദേശം മാർച്ച് 12. ഓക്കെ, ഇത് ഫുൾ ഡൗൺ ട്രെൻഡായിരുന്നു. അപ്പം എല്ലാ ദിവസവും സെല്ല് ചെയ്യുക, പുട്ട് ഓപ്ഷൻ വാങ്ങിക്കും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് പ്രോഫിറ്റ് ആകും, സ്ക്വയർ ഓഫ് ചെയ്യും, അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ചിലതൊക്കെ എന്താ പറയുന്നത്, സഡൻ ഡിപ്പുകളൊക്കെ വന്ന ടൈമിലാണ് എനിക്ക് ഈ പറയുന്ന 5,000-ഉം 4,000-ഉം ഒക്കെ പൈസ കിട്ടിയിട്ടുള്ളത്. അല്ലാതെ എൻ്റെ സ്കില്ലും കൊണ്ടൊന്നും അല്ല ആ ടൈമിലൊക്കെ, അതൊക്കെ പ്യുവർ ലക്കായിരുന്നു. ഇപ്പം ഒരു അപ്സൈഡ് വരുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുന്നത്, ഇതിങ്ങനെ മേലോട്ട് പോയെന്ന് വിചാരിക്കും, എവിടെയെങ്കിലും ചെല്ലുമ്പോഴത്തേക്കും ഷോർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഡിപ്പ് കിട്ടും. അങ്ങനത്തെയാണ് ഇവിടെയൊക്കെ വന്നിപ്പം ഒരു 2-3 ഒരു റെഡ് ക്യാൻഡിൽ കാണുമ്പോഴത്തേക്കും ഷോർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ് ഹോൾഡ് ചെയ്തപ്പോൾ തന്നെ ഒരു നല്ല മൂവ് കിട്ടും. എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ. കൺസൾട്ടേഷൻ കഴിഞ്ഞ് ഒരു ഹൈ കിട്ടിയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാ റെഡ് ക്യാൻഡിലിൻ്റെയും ആഫ്റ്റർ ഒരു 3 to 4 ക്യാൻഡിൽസ് റെഡ് അടുപ്പിച്ചുണ്ട്. കാരണം ഗ്രീൻ ക്യാൻഡിൽസ് കുറവും റെഡ് ക്യാൻഡിൽസ് കൂടുതലായിരുന്നു. അങ്ങനെ ആയിരുന്നു ആ ഒരു ടൈമിലെ ഫ്ലോ. എവിടെ നോക്കിയാലും ഇപ്പം ഏത് മോശം സൈഡിലെടുത്താൽ പോലും പ്രോഫിറ്റ് ആകുന്ന ഒരു ടൈമായിരുന്നു ഷോർട്ട്. അതായത് ഇപ്പോൾ എന്താ പറഞ്ഞാൽ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ, അതായത് ഇപ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിൽ കഴിഞ്ഞിട്ട് റെഡ് ക്യാൻഡിൽ, ഇതിൻ്റെ ബോട്ടത്തിൽ ഷോർട്ട് ചെയ്താൽ പോലും കുറച്ച് നേരം ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് പ്രോഫിറ്റായി. റാൻഡം ആയിട്ട് എവിടെ എടുത്താലും, ഇപ്പം നീ ഇതെടുത്തെന്ന് വിചാരിച്ചോ, ഇതിൻ്റെ ബോട്ടത്തിൽ എടുത്താലും കുറച്ച് നേരം ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്കും അത് ഒരു പോയിൻ്റ് എത്തിയപ്പോൾ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പ്രോഫിറ്റ് ആകുമ്പോൾ തന്നെ ബുക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു ആ ടൈമിലൊക്കെ. പിന്നെ ഇതുപോലെ തന്നെ ഇവിടെ ഈ ഗ്രീൻ ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഒരു 60 പോയിൻറ്റ് ഇവിടുന്ന് തന്നെ നോക്കിയാൽ പോലും ഒരു 100 പോയിൻറ്റ്സ് എല്ലാ റെഡ് ക്യാൻഡിലിന് ശേഷവും മൂവ് ചെയ്യുന്നൊരു ടൈമായിരുന്നു ആ സമയമൊക്കെ. ഇതുണ്ടോ, ഏകദേശം ഒരു 119 പോയിൻറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. 119 പോയിൻറ്റ് എന്ന് പറയുമ്പോൾ ഓപ്ഷനിലൊരു 50 പോയിൻറ്റിൻ്റെ കിട്ടും. 50 പോയിൻറ്റിൻ്റെ നമുക്ക് കിട്ടുമ്പോഴത്തേക്കും ഏകദേശം ഒരു 15x50 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും 750 രൂപ പ്രോഫിറ്റ് ആയപ്പോൾ തന്നെ. ജസ്റ്റ് ചെറിയ ട്രേഡാണ്, 15-20 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഉള്ള പ്രോഫിറ്റാണിത്. അന്നേരം പിന്നെ ക്വാണ്ടിറ്റിയും കൂടുതലായിരുന്നു, 75 ക്വാണ്ടിറ്റി എടുത്തുകൊണ്ടിരുന്നു. അപ്പം ഒരു ലോട്ടർ അത്രയും കിട്ടുമായിരുന്നു. അപ്പം ഇത്രയും പോലും മൂവ് ചെയ്യാൻ ഞാൻ വെയിറ്റ് ചെയ്തില്ല, അതിന് മുന്നേ ഞാൻ സ്ക്വയർ ഓഫ് ചെയ്യുമായിരുന്നു. അപ്പം 75 ഇൻറ്റു ഒരു 15-20 പോയിൻ്റൊക്കെ ആകുമ്പോൾ തന്നെ ഞാൻ സ്ക്വയർ ഓഫ് ചെയ്യുമായിരുന്നു. അപ്പോൾ തന്നെ 1,100 രൂപയ്ക്ക് 15 പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് എന്താ പറയുന്നത്, ഓപ്ഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അനങ്ങിയാൽ തന്നെ ഈ പറയുന്ന 1000 രൂപ പ്രോഫിറ്റാണ്. എന്നിട്ട് പോലും 10 പോയിൻ്റ് പോലും എനിക്ക് പിടിക്കാനുള്ള ക്ഷമയില്ലാത്ത ടൈമൊക്കെ, ക്ഷമയില്ലാതെ പിന്നെ ഞാൻ ബുക്ക് ചെയ്യും പ്രോഫിറ്റ്. അപ്പം ഈ ടൈമിലൊക്കെ 5000 അടിച്ച സമയത്ത് എനിക്ക് തോന്നുന്നു 75 കൂടുതലായിരുന്നായിരിക്കണം എൻ്റെ ഓപ്ഷൻ. അതെ, 150 ഞാൻ മേടിച്ചുകൊണ്ടിരുന്നത്. നിഫ്റ്റിക്ക് 200 പോയിൻ്റാണ്, അല്ല 200 ക്വാണ്ടിറ്റിയാണ് മേടിച്ചുകൊണ്ടിരുന്നത്. 200 ലോട്ട് 150 എടുത്ത് 158 വിറ്റു, 1,600 രൂപ. 195 ക്വാണ്ടിറ്റീസ് എടുത്തു. അല്ല, വേറെ എന്താണ്, ഇത് മേ ബി ഇത് തന്നെ ഞാൻ വീണ്ടും ട്രേഡ് ചെയ്തിട്ടുണ്ടാവും എന്തായാലും. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഈ 75 ക്വാണ്ടിറ്റി തന്നെയാണ്, വേറൊരു പ്രീമിയം ആണത്. ഈ പ്രീമിയം ഞാൻ പല പ്രാവശ്യം വാങ്ങി വിറ്റേൻ്റെയാണ് ഈ ഒരു എമൗണ്ട് വരുന്നത്. ഇതൊക്കെ 75 380 ബൈ ചെയ്തു, കോൾ ഓപ്ഷൻ വാങ്ങി 15 പോയിൻ്റ് പോലും എത്തുന്നതിന് പിന്നെ 1000 രൂപ പ്രോഫിറ്റ് എത്തി. അപ്പോൾ 1000 രൂപ പ്രോഫിറ്റ് ആ ടൈമിൽ എത്തുമ്പോഴത്തേക്ക് ഒരു വലിയ സംഭവമാണല്ലോ. അപ്പം തുടക്കത്തിലൊക്കെ 1000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ 2-3 ട്രേഡ് കിട്ടിയാൽ തന്നെ 3000 രൂപയായി. അപ്പം നമ്മളന്ന് കണക്ക് കൂട്ടുന്നൊക്കെ പറഞ്ഞാൽ 3000 രൂപ പെർ ഡേ ഇൻറ്റു 20 ട്രേഡിംഗ് ഡേ ഉണ്ടെങ്കിൽ 60,000 രൂപ. ഒരു രക്ഷയില്ലാത്ത എമൗണ്ടാണ്. ഇനി ഈ പറഞ്ഞ പോലെ 5,000 അടിക്കുന്നെങ്കിൽ 5,000 എല്ലാം കഴിഞ്ഞിട്ട് 4,500 രൂപ 5,000 രൂപ എല്ലാം കഴിഞ്ഞ് കിട്ടുമ്പം 5,000 ഇൻറ്റു നമ്മൾ അങ്ങനെയാണല്ലോ നമ്മൾ സ്വപ്നം കാണുന്നത്. 5,000 ഇൻറ്റു 1,00,000 രൂപ. ഇനിയിപ്പം വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഇതുകൊണ്ട് തന്നെ അങ്ങ് കോടീശ്വരനാകാമെന്നുള്ള ഒരു ഇതൊക്കെ വരും, ഇങ്ങനെയൊക്കെ വരും നമുക്ക് ആ ടൈമൊക്കെ. സത്യം പറഞ്ഞാൽ അത് മാർക്കറ്റിൻ്റെ ഒരു എന്താ പറയുന്നത്, ഇതും കൊണ്ടാണ് സത്യം പറഞ്ഞാൽ പൈസ കിട്ടിക്കൊണ്ടിരുന്നത്, അല്ലാതെ എൻ്റെ സ്കില്ലോ അല്ലെങ്കിൽ എൻ്റെ ഒന്നുമല്ല. അപ്പോൾ അതിങ്ങനെ ഫുള്ള് ചില സമയത്തൊക്കെ ലോസ് വന്നിട്ടുണ്ട്. ഇങ്ങനെ റെഡ് ക്യാൻഡിൽ വരുമ്പോൾ ഷോർട്ട് ചെയ്യുന്നു, അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ പോകും. അപ്പോൾ പിന്നെയും നമ്മൾ ഈ ഒരു എന്താ പറയുന്നത്, ചെറുതായിട്ടൊക്കെ അന്നേരം ട്രെൻഡ് ലൈനൊക്കെ ധാരണയുണ്ട്. അപ്പം ഇങ്ങനെ ട്രെൻഡ് ലൈനിലൊക്കെ വരച്ച് നോക്കും, ഇങ്ങനെ ഇതിൻ്റെ ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ട് റീടെസ്റ്റൊക്കെ വരുന്ന പോലെയോ. അപ്പോൾ ഇനിയിപ്പം ഇവിടെയൊക്കെ അന്നേരം പേഷ്യൻസ് എന്ന് പറഞ്ഞ സാധനം ഇല്ല, ക്ഷമയില്ലാത്ത ട്രേഡുകളായിരുന്നല്ലോ. പ്രോഫിറ്റ് കാണുന്ന ബുക്ക് ചെയ്യുന്നു, ലോസ് കണ്ടാൽ അപ്പം തന്നെ ബുക്ക് ചെയ്യുന്നു. അതാണ് അതിൻ്റെ ഒരു ഗുണം. ലോസ് കണ്ടാൽ അപ്പം തന്നെ ബുക്ക് ചെയ്യുമായിരുന്നു. പ്രോഫിറ്റും ലോസും കണ്ട് ഞാൻ അപ്പം തന്നെ വെയിറ്റ് ചെയ്യുന്ന പരിപാടി ഇല്ലായിരുന്നു. പിന്നെ ആയപ്പം എന്താ പറയുന്നത്,
ഏതോ ഒരു ദിവസം ഒരു ഇച്ചിരി ലോസ് അടിച്ചു, 7,000 ചില്ലാനം രൂപ, അതൊരു 9,000 രൂപ പോയി കാണുമായിരിക്കുന്നത്, 9,200 രൂപ പോയി. അത് ഏപ്രിൽ 19, അന്നത്തെ ദിവസത്തെ ട്രേഡ് ബുക്ക് നോക്കാം. ഏപ്രിൽ 19, 56 ട്രേഡ്, അത് ഓവർ ട്രേഡിങ്ങിൽ പോയതാണ്. ഒരു ചെറിയ ലോസ് വന്നിട്ടുണ്ടായിരിക്കും, അത് കഴിഞ്ഞ് ഉടനെ തന്നെ ബൈ സെൽ ചെയ്ത് ആ ലോസ് കവർ ചെയ്യാനായിട്ട് ചെയ്ത് അങ്ങനെ പോയതാണ്. ഏകദേശം ഏറെക്കുറെ എല്ലാ ട്രേഡുകളും അങ്ങനെയൊക്കെ തന്നെയാണ്. ആദ്യത്തെ ട്രേഡ് ലോസ് ആണെങ്കിൽ ആ ലോസ് റിക്കവർ ചെയ്യാനായിട്ട് വേറൊരു ട്രേഡ് എടുക്കും, ചിലപ്പോൾ അതിൽ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കും, ചിലപ്പോൾ 2,000 രൂപയ്ക്ക് ആദ്യത്തെ ട്രേഡിൽ പോകുമായിരിക്കും. അപ്പം 75 ക്വാണ്ടിറ്റി ആണെങ്കിൽ അടുത്ത ട്രേഡിൽ 150 ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ 90 ക്വാണ്ടിറ്റിയോ അങ്ങനെയൊക്കെ ക്വാണ്ടിറ്റി കൂട്ടിയെടുത്തിട്ട് ആ ലോസ് കവർ ചെയ്യും, അപ്പം തന്നെ കവർ ചെയ്യണം. 10 മിനിറ്റിൽ കവർ ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റിലൊക്കെയാണ്. നാളെ നോക്കാം, അല്ലെങ്കിൽ ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത ട്രേഡുകളൊക്കെ എടുത്തിട്ടാണ് ആദ്യത്തെ ടൈമിലൊക്കെ കുറേ ലോസൊക്കെ വന്നിട്ടുള്ളത്. ഏകദേശം ഒരു ജൂൺ ജൂലൈ ഒക്കെ എത്തിയപ്പോഴത്തേക്കും അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. ജൂൺ വരെയൊക്കെ, മെയ് ജൂണിലൊക്കെ അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അതൊരു ശീലമായിപ്പോയി. അതായത് നഷ്ടങ്ങൾ തന്നെ കണ്ട് അതൊരു ഹാബിറ്റായിപ്പോയി. അതൊരു വല്ലാത്തൊരു സ്റ്റേജാണ് ട്രേഡിങ്ങിൻ്റെ. എന്താ പറയുന്നത്, ഒരു ദിവസം ലോസ്, ഓക്കെ, ചെറിയ ലോസ്, അങ്ങനെ കണ്ടിന്യൂസ് ലോസ്. ഇപ്പം 1,000 രൂപയല്ലേ ഉള്ളൂ, ഓക്കെ, 300 രൂപയല്ലേ ഉള്ളൂ, പോട്ടെ, അടുത്ത ദിവസം നോക്കാം. പക്ഷേ നമുക്കുണ്ടാകുന്ന പ്രോഫിറ്റും അല്ല, എന്താ പറയുന്നത്, ലോസ് വരുമ്പോൾ വെയിറ്റ് ചെയ്യുകയും പ്രോഫിറ്റ് വരുമ്പം വെയിറ്റ് ചെയ്യാതെ ഇരിക്കുന്നത് വേറൊരു മിസ്റ്റേക്കാണ്. പ്രോഫിറ്റ് വരുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം, അത് ലെറ്റ് ദ ട്രേഡ് റൺ, അത് മുന്നോട്ട് തന്നെ പോകുന്ന പോലെ നമ്മൾ വിടണം. ലോസ് ആണെങ്കിൽ അപ്പോൾ തന്നെ ബുക്ക് ചെയ്ത് ഇറങ്ങാം, ഓക്കെ, എൻ്റെ വ്യൂ തെറ്റായിരുന്നു, മാർക്കറ്റാണ് റൈറ്റ്, നമ്മൾ വിട്ട് കളയാം, വേറെ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ എടുക്കുക, അല്ലെങ്കിൽ വീണ്ടും റീ എൻട്രി ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇപ്പോഴും ഇങ്ങനെ പറയാൻ മെടുക്കാനാണെങ്കിൽ ഞാൻ ചെയ്യുന്നതിൽ തോൽവി തന്നെയാണ്. അത് നിങ്ങൾക്ക് കാണാമല്ലോ, ജൂലൈയിലും ഓഗസ്റ്റിലും സെപ്റ്റംബറിലും ഒക്ടോബറിലും നവംബറിലും ഡിസംബറിലും, കഴിഞ്ഞ ആഴ്ചയും ഒരു ക്യാപിറ്റൽ വൈപ്പോട്ട് കഴിഞ്ഞിട്ട്, ഈ മാസം ഒരു ക്യാപിറ്റൽ വൈപ്പോട്ട്, കഴിഞ്ഞ മാസം ഒരു ക്യാപിറ്റൽ കംപ്ലീറ്റ് വാഷ് ഔട്ടും കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഏകദേശം എന്താ പറയുന്നത്, 15,000 രൂപയൊക്കെയാണ് ഞാൻ അക്കൗണ്ടിൽ ഇപ്പം ടോപ്പപ്പ് ചെയ്യുന്നത്. ആദ്യം 5,000, പിന്നെ ഇപ്പം ലോട്ട് സൈസൊക്കെ കൂടിയപ്പം അതുപോലെ മന്ത്ലി എക്സ്പയറി ആയപ്പോഴത്തേക്കും എമൗണ്ട് കൂട്ടിയിടാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ എന്താ പറയുന്നത്, ഫണ്ടും കുറച്ച് കയ്യിലുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. 15 രൂപ ഇടും, 10 ഒരു ദിവസം പോവും. അങ്ങനെ ഇത് കാണുമ്പോൾ അറിയാലോ, ഓവർ ട്രേഡാണ്. 1,580 രൂപ ബ്രോക്കറേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ്. നല്ല ട്രേഡുകളുള്ള ദിവസങ്ങളും ഉണ്ടായിരുന്നു, മോശം ട്രേഡുള്ള ദിവസങ്ങളും ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ പഠിക്കണം. അതായത് ഇന്ന് അല്ലെങ്കിൽ എന്താണ് മാർക്കറ്റ് ചോപ്പ് ചെയ്യുകയാണെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഇന്ന് ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ലെങ്കിൽ ഇല്ലാത്ത ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി ട്രേഡ് ചെയ്യാനായിട്ട് നിൽക്കരുത്. അങ്ങനത്തെ ഒത്തിരി അതൊക്കെയാണ്. പിന്നെ ഓവർ ട്രേഡ് ചെയ്ത്, ഇതൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത്. ഓവർ ട്രേഡിങ് ആണ് എൻ്റെ സ്കില്ലെന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്കില്ലായി പോയി ഇപ്പം. ഇതൊക്കെ ആ സമയത്ത് ഇതൊരു സ്കില്ല് അല്ലെങ്കിൽ ഹാബിറ്റായിപ്പോയി. ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിലും ഒക്കെ കുറച്ച് ദിവസങ്ങളിലൊക്കെ ഡിസിപ്ലിൻ കിട്ടും. എല്ലാ ദിവസങ്ങളിലൊക്കെ ഭയങ്കര എന്താ പറയുക, മങ്കി ട്രേഡ്സ് ആണ് ഫുള്ളും. എന്താ പറയുന്നത്, ബൈ ചെയ്യുന്നു, ഒരു വ്യൂ ഇല്ലാണ്ട് ചുമ്മാ ഒരു ബൈ ട്രേഡ് എടുക്കുന്നു, അത് ലോസിൽ പോകുമ്പോഴത്തേക്കും അത് സ്ക്വയർ ഓഫ് ചെയ്തിട്ട് നേരെ റിവേഴ്സ് ട്രേഡ് എടുക്കുന്നു ആ സ്പോട്ടിൽ തന്നെ. അപ്പം അങ്ങനെയൊക്കെ പ്രത്യേകിച്ച് അന്ന് അതൊരു പോയിന്റിലേക്ക് എത്തട്ടെന്നോ അങ്ങനെയൊന്നും വിചാരിക്കത്തില്ല, അതിന് മുന്നേ തന്നെ ട്രേഡ് എടുക്കുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു ടൈമിലല്ല, ഇപ്പോഴും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ അടുത്തിടയ്ക്കും അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇഷ്ടം പോലെ തവണ. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ വിചാരിണ്ടാവും, ഇവനെ കഴിഞ്ഞ ദിവസം കണ്ട് 2 ട്രേഡ് പ്രോഫിറ്റ് ആയ എൻ്റെ ബലത്തിലിരുന്ന് ഇപ്പോൾ പറയുന്നതെന്നൊക്കെ. അങ്ങനെയും വിചാരിച്ചുള്ള കുഴപ്പമില്ല. കാരണം കഴിഞ്ഞ ദിവസം 10,000 രൂപ, അതായത് ഇതുവരെയുള്ള ടൈമിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് പ്രോഫിറ്റ് കിട്ടിയ ദിവസമാണ് 10,000 രൂപ. അതും ഈ പറയുന്ന ഒരു ഓവർ ട്രേഡ് അല്ലെങ്കിൽ ഒരു മങ്കി ട്രേഡിൻ്റെ ഭാഗമായിട്ട് കിട്ടുകയാണ്. അതും എൻ്റെ സ്കില്ലൊന്നുമില്ല. ഞാൻ എന്താ പറയുന്നത്, പലതവണ പറഞ്ഞത് തന്നെ വീണ്ടും പറയണത്, എൻ്റെ സ്കില്ലല്ല. അന്നത്തെ ദിവസം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ സാധാരണ ഒരു ലോട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അന്നത്തെ ദിവസം ഈ പറയുന്ന പോലെ തന്നെ 250 ക്വാണ്ടിറ്റീസ് ഒക്കെ ട്രേഡ് ചെയ്തിട്ടാണ് എനിക്ക് ലോസ് വന്നത്. പിന്നെ ഈ പറയുന്ന 250 ക്വാണ്ടിറ്റി ബൈ ചെയ്തുകൊണ്ടാണ് എനിക്ക് 14,000 രൂപ ഒരു ട്രേഡിൽ പ്രോഫിറ്റ് കിട്ടിയത്. അതും എൻ്റെ സ്കില്ലൊന്നുമില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തൊരു മൂവ് മാർക്കറ്റ് പെട്ടെന്ന് പടയെന്ന് വന്നപ്പോഴത്തേക്കും കിട്ടിയ പ്രോഫിറ്റാണ്. അത് ഞാൻ പോലും കണ്ടില്ല അത് ഇത്രയും പോകുന്നുണ്ടെന്ന് തന്നെ. ഇടയ്ക്ക് ചുമ്മാ നോക്കിയപ്പോഴത്തേക്കും പോകുന്നു, അപ്പോഴത്തേക്കും അങ്ങനെ കിട്ടി. അല്ലാതെ എൻ്റെ സ്കില്ല് കിട്ടി. ഇതൊക്കെ മേ ബി ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത ട്രേഡുകളൊക്കെ ആയിരിക്കും 1,700 എന്താ പറയുന്നത് 2,000 ഒക്കെ. ഇതൊക്കെ ഏകദേശം ആ ഒരു ലെവലിലോട്ടൊക്കെ എത്തിയതേ ഉള്ളൂ. അല്ലാതെ ഈ 14,000 രൂപയൊന്നും ഒരു ട്രേഡിൽ അടിക്കാനുള്ള അല്ലെങ്കിൽ സ്കില്ലോ കപ്പാസിറ്റിയോ ഒന്നും ഇപ്പോഴും എത്തിയിട്ടില്ല. അത് മാത്രമല്ല, ഒരു 2,000 രൂപ കൂടുതലൊക്കെ എന്താ പറയുന്നത് ലോസ്, 1,000 രൂപ താഴെ ലോസ് നിർത്താനുള്ള സ്കില്ലും എനിക്കായിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഇതൊക്കെ എൻ്റെ സ്കില്ലിൻ്റെ പുറത്തുള്ള സംഭവങ്ങളാണ്. കഴിവില്ലെന്ന് തന്നെ പറയേണ്ടി വരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊക്കെ മേ ബി പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡ് ആയിരുന്നായിരിക്കണം. ഞാനത് ഈ പറയുന്ന പോലെ തന്നെ എന്തോ ഒരു ഫിയറിലൊക്കെ പെട്ടെന്ന് സ്ക്വയർ ഓഫ് ചെയ്ത് വിട്ടതാണ്. എന്നത് സത്യം പറഞ്ഞാൽ നല്ല ദിവസമായിരുന്നു, ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു.
3-4 ടൈംസ് മിഡ് ക്യാപ് നിഫ്റ്റിയും സിങ് തന്നു. അതിലൊന്നുപോലും കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല. ആ ദിവസം നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, December 30 മിഡ് ക്യാപ്പ്. ഓക്കെ, എനിക്ക് ഈ ഒരു മൂവിന് ഭാഗമായിട്ട് കിട്ടിയതാണ് ആ പറയുന്ന പ്രോഫിറ്റ്. ഇതിൽ ഞാനിവിടെ എന്തോ സത്യം പറഞ്ഞാൽ ഓൾറെഡി എൻ്റെ പൊസിഷൻ ഷോർട്ടായിരുന്നു. ഞാനെന്തോ ഇവിടേക്ക് എത്തുമ്പോഴൊക്കെയാണ് ഷോട്ട് ചെയ്യുന്നത്. അതൊക്കെ തന്നെ മണ്ടത്തരാണ്. സത്യം പറഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക, ഹൈന്ന് വരുമ്പോൾ തന്നെ ഷോട്ട് ചെയ്താലേ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. ഈ പറയുന്ന ഇവിടെയൊക്കെ ഷോട്ട് കഴിഞ്ഞാൽ ഒരു ക്യാൻഡിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഷോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ പിന്നെ ഗ്രീൻ വരുമ്പം നമ്മളത് സ്കോർ ഓഫ് ചെയ്ത് കളയും, പുട്ട് ഓപ്ഷൻ എടുക്കുന്നെങ്കിൽ. അപ്പം അന്നിങ്ങനെ കണ്ടപ്പോൾ എന്തോ ഇതിങ്ങനെ മാർക്കറ്റ് ഈ മേലോട്ട് ചിലപ്പോൾ സ്പൈക്ക് ചെയ്തേക്കാന്നൊക്കെ തോന്നിയപ്പോഴത്തേക്കും ഇവിടുന്ന് ഈ ഒരു ഭാഗം എത്തിയപ്പം കണ്ട് ഞാൻ ഏകദേശം ഈ ഒരു ലൈൻ ക്രോസ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ ചുമ്മാ ഒരു ബൈ എടുത്ത് വെച്ചതാണ്. അപ്പോൾ അത് രണ്ടായിട്ട് എടുത്ത ട്രേഡ്. അത് ഞാൻ 100 ക്വാണ്ടിറ്റി എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കൂടെ ഒരു 150 ക്വാണ്ടിറ്റി, ആദ്യമേ 150 ക്വാണ്ടിറ്റി എടുത്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂടെ ഒരു 100 ക്വാണ്ടിറ്റി കൊണ്ട് ആഡ് ചെയ്തു. അതുകൊണ്ട് അത് ഏകദേശം ഒരു ഇത്രയൊക്കെ എത്തിയപ്പോൾ തന്നെ ഞാൻ സ്ക്വയർ ഓഫ് ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ എന്താ പറയുന്നത്, മേ ബി ഒരു 35,000 രൂപയൊക്കെ വന്നേനെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ പറയുന്ന ലോസിലൊക്കെ കുറച്ച് എന്തെങ്കിലും കുറവ് വന്നേനെ. ഏത് ഈ ഓവറോൾ ലോസൊക്കെ കാണിക്കുന്നതിൽ കുറച്ച് കുറവ് വന്നേനെ. 2025 ഓക്കെ 1,30,000 രൂപ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലോസ് ഇന്നത്തെ ദിവസം കാണിക്കാൻ സാധ്യതയുള്ളൂ. അന്നത് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ. പക്ഷെ അതിനുള്ള പേഷ്യൻസ് ഒന്നും ഇല്ല, ഇപ്പോഴും ഇല്ല, ഈ കഴിഞ്ഞ ദിവസം ഇല്ല, ഇന്നും ഇല്ല. അതുപോലെ തന്നെ ഓവർ ട്രേഡിങ് എൻ്റെ എന്താ പറയുന്നത് ഹാബിറ്റായിപ്പോയി. അതൊരു എന്താ പറയുന്നത് മാറ്റാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഡിസിപ്ലിനായിട്ട് ഇരിക്കുക എന്നുള്ളത് തന്നെ ഒരു ഹനുമാൻ കൈൻഡ് ജോബാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭയങ്കര പാടുള്ള പരിപാടിയാണ്, നമ്മൾ വിചാരിക്കുന്നതൊന്നുമില്ല. ഇറ്റ്സ് നോട്ട് ഈസി. അപ്പോൾ ഏകദേശം ഇതൊക്കെയാണ്. ഇപ്പോഴും ലോസ് തന്നെ. പിന്നെ ചില ദിവസങ്ങളിൽ എന്താ പറയുക, ഈ ഒരു ടൈമിൽ ഞാൻ 1-2 ബുക്സൊക്കെ വായിച്ച് ഏകദേശം കുറച്ചും കൂടെയൊക്കെ ഒരു എന്താ പറയുക ഒരു ഡിസിപ്ലിനൊക്കെ ആയി. ഒരു സ്ട്രാറ്റജി തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ടൈമാണ് ഈ സെപ്റ്റംബർ മന്ത്. ഇതുവരെ ഞാൻ 5 മിനിറ്റ് ചാർട്ട്സാണ് നോക്കിക്കൊണ്ടിരുന്നത് ഏകദേശം ഓഗസ്റ്റ് വരെ. ഇപ്പോൾ ഓഗസ്റ്റൊക്കെ എത്തിയപ്പോഴത്തേക്കും ഞാനത് നിർത്തിയേക്കാം, ഫണ്ടൊക്കെ തീർന്നു. ഓഗസ്റ്റ് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. കാരണം ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം, അത് കഴിഞ്ഞിട്ട് ട്രേഡിങ് സ്റ്റോപ്പ് ചെയ്തേക്കാം. കാരണം അതിന് മുന്നത്തെ ദിവസമൊക്കെ നല്ല ലോസ് ആയിരുന്നു. അതെ കറക്റ്റ്. അപ്പം അത് നിർത്തിയേക്കാം, ഇനിയിപ്പം ടോപ്പപ്പ് ചെയ്യേണ്ട എന്നുള്ള രീതിക്കൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ടോപ്പപ്പ് ചെയ്തിട്ട് പിന്നെയും ചെയ്ത് ലോസ് ആയപ്പോഴത്തേക്കും എന്തായാലും ഈ മാസം കൊണ്ട് ഈ ഒരു ഫണ്ടും കൂടെ വൈപ്പ് ഔട്ട് ആയി കഴിയുമ്പോൾ നിർത്തിയേക്കാം, ഇനിയിപ്പോൾ ചെയ്യേണ്ട എന്നുള്ള രീതിക്ക് ഇരുന്ന ആളാണ്. എന്നാലും നമ്മുടെ ഒരു എന്താ പറയുന്നത് നെവർ ഗീവ് അപ്പ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ വീണ്ടും കുറച്ച് ഇല്ലാത്ത ഫണ്ട് കുറച്ച് സംഘടിപ്പിച്ചു. വൺ ലാസ്റ്റ് ട്രൈ എന്നുള്ള രീതിക്ക് ട്രേഡ് ചെയ്യാൻ തുടങ്ങി. വലിയ യൂസൊന്നും ഉണ്ടായൊന്നുമില്ല. ബട്ട് ആ ടൈമിൽ ഞാൻ കുറച്ചും കൂടെ പ്രിപ്പയർ ആയി, കുറച്ചും കൂടെ കോഷ്യസ് ആയിരുന്നു. കാരണം ഇതെൻ്റെ ലാസ്റ്റ് ഫണ്ടാണ്, ഇനി ഞാനില്ല, ഈ ലാസ്റ്റിൽ എനിക്ക് പിടിക്കണം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഹയർ ടൈം ഫ്രെയിം പിടിക്കാൻ തുടങ്ങി. അതായത് 5 മിനിറ്റ്സിൽ ഒത്തിരി ചോപ്പി നമുക്ക് കിട്ടും. നമുക്ക് അത്ര ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഡയറക്ഷൻ കിട്ടണമെന്ന് നിർബന്ധമില്ല. എനിക്ക് പറ്റുന്നവരുണ്ട്, ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ എനിക്കത് പറ്റുന്നില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ട് 15 മിനിറ്റ്സിലോട്ട് മാറി. 15 മിനിറ്റ്സിലോട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചൊക്കെ പ്രോഫിറ്റ് വരാൻ തുടങ്ങി, ലോസ് ചെറുതാകാൻ തുടങ്ങി. ഏകദേശം എന്താ പറയുക 1-2 മട്ടത്തങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇനി 15 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ സ്ട്രിക്റ്റായിട്ട് നോക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് കുറച്ച് പ്രോഫിറ്റ് വരാണെങ്കിൽ ഒരു എന്താ പറയുക 2,700, ഈ ടൈമിലൊക്കെ 5,000, ആ ടൈമിലൊക്കെ ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചെറിയ ലോസൊക്കെ ഉണ്ട്, ലോസൊക്കെ കുറവായിരുന്നു. പ്രോഫിറ്റൊക്കെ ഏകദേശം ഒന്ന് മാച്ചപ്പ് ചെയ്ത് വരുന്ന സമയത്താണ് എനിക്കിതുപോലെ വീണ്ടും ഒരു മട്ടത്തരം വരുന്നത്. ഓവർ ട്രേഡിങ്ങിൻ്റെ 15 മിനിറ്റ്സിൽ ട്രേഡ് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പം നമുക്ക് ഈ എന്താ പറയുന്നത് പേഷ്യൻസ് ഇല്ലാത്തതുകൊണ്ട് കുറേ ട്രേഡ് എടുക്കാൻ നമുക്ക് തോന്നും, നമുക്ക് ടെൻഡൻസി വരും. അപ്പോൾ അങ്ങനെ ഞാൻ എന്താ പറയുന്നത് എൻ്റെ ഒരു കംപ്ലീറ്റ് 1 ഇയർ ജേർണൽ എൻ്റെ ഇരിപ്പുണ്ട്. അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും അതുപോലെ ഷെയർ ചെയ്യാം. സെയിം വ്യത്യാസമൊന്നുമില്ല. അടുത്ത മാസവും വൈപ്പൗട്ടായി. എല്ലാ മാസവും 2 പ്രാവശ്യമെങ്കിലും ഓൺ ആവറേജ് 2 പ്രാവശ്യമെങ്കിലും അക്കൗണ്ട് ടോപ്പപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. അതായത് 30,000 ഒരു മന്ത്, ഒരു മാസം 30 അല്ലെങ്കിൽ ഒരു 20,000 ഒരു മാസം ആവറേജ് ലോസ് എന്നുള്ള രീതിക്കാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ സെപ്റ്റംബർ മന്ത് നോക്കി കഴിഞ്ഞാൽ സെപ്റ്റംബറിൽ 8 നമുക്ക് ഏപ്രിലായി 533 രൂപ ലോസേ ഉള്ളൂ.
ഒരു മാസം പോലും പ്രോഫിറ്റ് ഇല്ലെന്നുള്ളതാണ് രസം. ഈ മാസം ഒഴിച്ചിട്ട് ഒരു മാർച്ച് മാസം മാത്രം 3500 ചില്ലാൻ രൂപ നമുക്കിവിടെ മന്തിൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കിട്ടും. 2300 രൂപ പ്രോഫിറ്റ്. കഴിഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ മാസവും ലോസാണ്. 1, 2, 3, 4, 5 ഇവിടെ മുതൽ അങ്ങോട്ട് ഒരു 15-20 രൂപ ലോസ് എല്ലാ മാസവും റേഞ്ച്. ഈ ഓഗസ്റ്റൊക്കെ ആണെങ്കിൽ എനിക്കൊന്ന് 3 പ്രാവശ്യം എന്തോ ഞാൻ അക്കൗണ്ട് ടോപ്പ് ചെയ്തെന്ന് തോന്നുന്നു. 10 വെച്ച് 3 പ്രാവശ്യം ചെയ്തു. ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ല നിർത്തിയേക്കാമെന്നുള്ള പ്ലാനിലാകെ ഒന്നും കൂടെ ട്രൈ ചെയ്തതാണത്. ഒക്ടോബറിലൊക്കെ നല്ല ലോസ് ആയിരുന്നു. എനിക്കൊന്ന് ഓൾ ടൈം ഹൈ 23,000. കഴിഞ്ഞ മാസം നല്ല 7,000 രൂപ ലോസേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്ന മൊത്തത്തിൽ നോക്കുമ്പോൾ നഷ്ടം തന്നെയാണല്ലോ. പ്രത്യേകിച്ച് വലിയ 7,000 രൂപ ലോസ് എന്ന് പറയാനൊന്നുമില്ല. അത് മേ ബി 12,000 രൂപ ലോസാണ് ആയിരിക്കും. ബാക്കിയെല്ലാം കൂട്ടിയിട്ട് 10-13 രൂപ ലോസ് ഉണ്ട്. ഡിസംബർ വലിയ വ്യത്യാസം കാണാൻ സാധ്യതയൊന്നുമില്ല. ബ്രേക്ക് ഈവൻ പോലും ഇല്ല. 3,740. അതൊരു 5,000 6,000 ആണോ ആയിരിക്കും. ഓക്കെ, 18,000 രൂപ ഡിസംബർ മാസം. 15,000 രൂപ ബ്രോക്കറേജ് അതിനകത്ത്. അപ്പം ഡിസംബർ മാസത്തെ ഒരു ഓവർ ട്രേഡിങ്ങിൻ്റെ ഒരു ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. എനിക്കറിയില്ല അത് എന്താണ് സംഭവിച്ചതെന്ന്. ഏത് ദിവസമാണ് ഞാൻ ഞാൻ തന്നെ ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നതൊക്കെ. ഓക്കെ, 83 ട്രേഡ്, 86. അവിടെ ഒരു 100 ഉണ്ടായിരുന്നു. അവിടെ 104 ട്രേഡ്. ഒക്ടോബറിനേക്കാളും ബ്രോക്കറേജ് കൊടുത്ത സമയമാണ് ഡിസംബർ. വല്ലാത്തൊരു ഇത് തന്നെ. പിന്നെ എന്തെങ്കിലും പറയാനായിട്ടുള്ളത്? ഇനിയിപ്പം വേറെ കഥ അടിക്കാൻ കാര്യം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി. അതിനകത്തൊന്നും വലിയ സംഭവമൊന്നുമില്ല. ലോസ് തന്നെ. ഈ കഴിഞ്ഞ ദിവസം കണ്ട് കുറച്ച് പൈസ ഉണ്ടാക്കി. അപ്പം എന്താ ഇയർ എൻഡിങ് ആയിട്ട് ഞാൻ വിചാരിച്ചു ഈ ഒരു കൊല്ലം ചെയ്തത് എന്താണെന്ന് ഒന്ന് സ്വയം ഒന്ന് മനസ്സിലാക്കിയേക്കാം. ഇതിന് മുന്നേ 1-2 വീഡിയോസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്താ പറയുന്നത് പബ്ലിഷ് ചെയ്യാനുള്ളൊരു മൈൻഡില്ല. അതായത് നമുക്കൊരു നാണക്കെട്ട് ഉണ്ടാവില്ല. ഓക്കെ ഞാനൊരു ലോസ് മേക്കിംഗ് ട്രേഡർ ആണെന്ന് പറയാൻ ഒരു മടി. അത് ഞാൻ ഏകദേശം ഒരു ജൂൺ ജൂലൈയിലൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. വീഡിയോ റെക്കോർഡ് ചെയ്ത് ഓഗസ്റ്റിലും ചെയ്തിട്ടുണ്ട്. നിർത്താൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നു. എന്താ പറയുന്നത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്തു. പിന്നെ വേണ്ടാന്ന് വെച്ചാൽ എന്തിനാണ് വെറുതെ നിർത്താൻ പോലും. ഇനിയിപ്പോൾ എന്തിനാണ് പ്രത്യേകിച്ച് വലിയ ചേഞ്ചൊന്നും ഉണ്ടാക്കില്ലല്ലോ, അതുകൊണ്ട് പിന്നെ എന്തിനാണ് എന്നോർത്തിട്ട് ഇപ്രാവശ്യം എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യും. കാരണം എനിക്കിത് പറഞ്ഞാൽ എന്താ ഒരു നാണക്കെടുമില്ല. നമ്മൾ എപ്പോഴാണോ നമ്മൾ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത് അന്നേരം നമുക്ക് എന്താ പറയുക മെച്ചപ്പെടാൻ പറ്റുള്ളൂ. അപ്പം ഈ ലോസ് ഉണ്ടാക്കിയത് ഞാൻ ടോട്ടൽ എഗ്രി ചെയ്യുന്നു. എൻ്റെ ഡിസിപ്ലിൻ ഇല്ലായ്മയാണ് മെയിൻ. ഒന്നാമത്തെ കാര്യം ഓവർ ട്രേഡിങ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് 1-2 ദിവസം ഡിസിപ്ലിൻ കാണും. 3-4 ദിവസം കഴിയുമ്പോൾ അത് ഒരു ദിവസം എല്ലാം കൂടെ ഒരു ദിവസം പടി കൊണ്ട് കലവടയ്ക്കുന്ന പരിപാടി ഒരു ദിവസം എല്ലാം കൊണ്ട് കളയും. അങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതായത് ഒരു 3-4 ദിവസം പ്രോഫിറ്റ് കാണും. ഇങ്ങനെ കുറച്ച് ദിവസം പ്രോഫിറ്റ് കാണും. ഒരു ദിവസം എല്ലാം കണക്കില്ല 5,000 രൂപ കണക്കളയും. 1-2 ദിവസം പ്രോഫിറ്റ് കാണും. അത് കഴിഞ്ഞിട്ട് എല്ലാം കണക്കളയും. എവിടെ റാൻഡായിട്ട് പിന്നെ കുറച്ചൊക്കെ കിട്ടും. എന്താ പറയുന്നത് അങ്ങനെ മിക്കവാറും അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല. കുറച്ച് ദിവസം 1-2 ദിവസം പ്രോഫിറ്റ് കാണുമ്പോഴത്തേക്കും ഓക്കെ. പിന്നെ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. മൾട്ടിപ്പിൾ ഇൻഡെക്സസ് ട്രാക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതായത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, മിഡ് ക്യാപ്പ്, സെൻസെക്സ് 4 എണ്ണം ഇങ്ങനെ 4 ടാബിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് മിക്കവാറും ഒന്നും പിടുത്തുണ്ടായിരുന്നു. അത് ഞാൻ ഈ അടുത്തിടയ്ക്കാണ് മനസ്സിലാക്കിയത്. സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡേഴ്സൊക്കെ 1-2 മാക്സിമം, അത് കൂടുതൽ 1-2 ഇൻഡെക്സാണ് ട്രാക്ക് ചെയ്യാറുള്ളൂ. മെയിനായിട്ട് എല്ലാവരും ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റി. ഇപ്പം കുറച്ച് രസമുള്ളത് നിഫ്റ്റിയിലാണ്. കാരണം ലോട്ട് സൈസ് കൂടിയതുകൊണ്ട് പെട്ടെന്ന് പ്രോഫിറ്റും കിട്ടും. പിന്നെ അത് മാത്രമല്ല കുറച്ച് വോളറ്റൈലായിട്ടുണ്ട്. കാരണം നല്ല മൂവ്മെൻ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. മേ ബി കുറച്ച് കഴിയുമ്പോൾ മാറുമായിരിക്കും. എന്നാലും ഒരു ഇൻഡെക്സ് ട്രാക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം അതിലുള്ള ട്രേഡ് എടുത്താൽ മതി. കാരണം സിമിലർ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സൊക്കെ ഇപ്പം നിഫ്റ്റി പോകുന്നത് പോലെ ചിലപ്പം ബാങ്ക് നിഫ്റ്റിയും പോകുമായിരിക്കും. നിഫ്റ്റി പോകുന്നത് പോലെ തന്നെ ബാങ്ക് നിഫ്റ്റി പോകുന്ന പോലെ സെൻസെക്സ് പോയി, അല്ലെങ്കിൽ സെൻസെക്സ് പോകുന്ന പോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും പോകുമായിരിക്കും. സിമിലർ ട്രേഡ്സ് തന്നെയാണ്. ബട്ട് എന്താ പറയുന്നത്, എൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ മൊമെൻറ്റം അല്ലെങ്കിൽ ത്രസ്റ്റ് എന്നൊക്കെ ഞാൻ പറയുന്നത്. മൊമെൻറ്റം എവിടെയാണോ കൂടുതൽ വരാൻ സാധ്യതയുള്ളത് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഇപ്പം ചിലപ്പോൾ സെൻസെക്സ് 100 പോയിൻറ്റ് മൂവ് ചെയ്യുന്നിടത്ത് സെയിം സ്ട്രക്ചറും സെയിം ഡബിൾ ബോട്ടം ഡബിൾ ടോപ്പൊക്കെ ആണെങ്കിൽ പോലും ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സും ആണ് നമ്മൾ ട്രാക്ക് ചെയ്യുന്ന 2 ഇൻഡെക്സെങ്കിൽ ഏതിലാണോ കുറച്ച് എവിഡൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉള്ളത് അത് ട്രേഡ് ചെയ്യുക. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലാണ് കുറച്ചുകൂടെ കണ്ട രസം, കണ്ട ഭംഗി, അല്ലെങ്കിൽ വീഴാൻ സാധ്യത, അല്ലെങ്കിൽ നമുക്ക് പ്രോബിലിറ്റി കൂടുതൽ തോന്നുമെങ്കിൽ
അല്ലെങ്കിൽ സ്വിങ് കൂടുതലത് സ്വിങ് ചെയ്യാൻ സാധ്യതയുള്ളത് ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് മാത്രം എടുക്കുക, രണ്ടിലും കൂടെ എടുക്കാതിരിക്കുക. ഓക്കെ, ഈ സെയിം സ്ട്രക്ചറാണ് അതും കൂടെ എടുത്തേക്കാം, കുറച്ച് വല്ലപ്പോഴും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഈ ട്രേഡ് കിട്ടിയില്ലെങ്കിൽ മിസ് ഔട്ട് ആയാലോ എന്ന് കുറച്ചിട്ട് അങ്ങനെ രണ്ടും കൂടെ എടുക്കേണ്ട കാര്യമില്ല. ഒരെണ്ണം എടുത്താൽ മതി, കാരണം അതിനകത്തൊന്നും കിട്ടും ആവശ്യത്തിൽ കൂടുതലുള്ളത്. ഇപ്പം ഞാൻ എന്താ പറയുന്നത്, മൾട്ടിപ്പിൾ ഇൻഡെക്സ് ട്രാക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴും, ബട്ട് എന്താ പറയുന്നത്, മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നിഫ്റ്റിയിലാണ്. ബാങ്ക് നിഫ്റ്റിയിൽ എന്താ പറയുന്നത്, മൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിലും ഈ ഓപ്ഷൻ്റെ പ്രീമിയത്തിൻ്റെ പ്രൈസൊക്കെ കൂടുതലായതുകൊണ്ട് ഇപ്പം നിഫ്റ്റിയിൽ ഇപ്പോഴും വീക്കിലി എക്സ്പയറി ഉണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ ഈ എമൗണ്ട് കൂടുതൽ വേണ്ടതുകൊണ്ട് എന്താ പറയുന്നത്, ഓപ്ഷൻ പ്രീമിയം ഭയങ്കര കൂടുതലായതുകൊണ്ട് ഞാൻ കുറച്ച് ആദ്യത്തെ സമയത്തൊന്നും ട്രേഡ് ചെയ്യാറില്ല. ഒരു മന്തിൻ്റെ മിഡൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് ഞാൻ ബാങ്ക് നിഫ്റ്റിയിലോട്ട് സ്വിച്ച് ചെയ്യാറ്. വീക്കിലി എക്സ്പയറി ഉള്ളപ്പം നിഫ്റ്റിയിലാണ് ചെയ്യുന്നത്. മിഡ് ക്യാപ്പിലും ഈ പറഞ്ഞ പോലെ മന്ത്ലി എക്സ്പയറി ആണ്. സെൻസെക്സിലും വീക്കിലി എക്സ്പയറി ആണെന്ന് തോന്നുന്നു. സെൻസെക്സിലും വീക്കിലി എക്സ്പയറി ആണ്, എന്നാലും പ്രീമിയത്തിൻ്റെ തുകയൊക്കെ അത്യാവശ്യം ഉണ്ട്. അപ്പോൾ ഈ ഒരു സെൻസെക്സിൻ്റെ ഒരു ലോട്ട് വാങ്ങിക്കണം തന്നെ ആവശ്യം 6000 രൂപ. അപ്പം ഇപ്പം നേരെ തിരിച്ച് ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ നമുക്ക് വിളിക്കണം 12,000. അപ്പോൾ ഞാനൊരു 6000 രൂപ 7000 രൂപയൊക്കെ ഓപ്ഷൻ പ്രീമിയം വരുന്ന പോലത്തെ ഉള്ള പ്രീമിയംസാണ് എടുക്കാറ്, 1 ലോട്ട്. അപ്പോൾ മാക്സിമം റിസ്ക് കുറയ്ക്കുന്ന ഭാഗമാണോന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ഡിപ്ലോയിഡ് ക്യാപിറ്റൽ എപ്പോഴും കുറയ്ക്കാനാണ് ട്രൈ ചെയ്യുന്നത്. പിന്നെ ഇന്നത്തെ ഒരു ദിവസത്തെ അപ്ഡേറ്റ് കൊണ്ടിട്ടേക്കാം. ഇന്നത്തെ ദിവസം 3505 രൂപ. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം 7000 രൂപ 8000 രൂപ പ്രോഫിറ്റ് കാണിച്ചതാണ്. ഈ ഒരു ട്രേഡിൽ 5500 സം ചേഞ്ചും പ്ലസ് ഇവിടെ ഒരു മിഡ് ക്യാപ്പിൻ്റെ ട്രേഡുണ്ട്. ഇതൊരു ഏകദേശം ഒരു 2500 സം ചേഞ്ചും കാണിച്ചു തരുന്ന ട്രേഡാണ്. അത് വീണ്ടും മേളിലേക്ക് പോകുമെന്നുള്ള രീതിക്ക് ഞാൻ ഹോൾഡ് ചെയ്തു, ബട്ട് അത് വിചാരിച്ച പോലെ പോയി. പക്ഷേ അതിന് മുന്നേ എനിക്ക് ചെറിയൊരു ഡിപ്പ് വന്നപ്പം ഒരു ഫിയർക്ക് തോന്നി, ഓക്കെ ഇനിയിപ്പോൾ ഉള്ളത് കൊണ്ട് മൊത്തം പോയാലോ എന്ന് ഓർത്തിട്ട്. കാരണം 7000 ഒരു 3000 ചിലവാനും കാണിച്ചപ്പോൾ എനിക്കൊരു ടോട്ടൽ അക്കൗണ്ട് 7000 7500 8000 രൂപ എന്നൊക്കെ ഇറങ്ങി ഒരു 5000 രൂപയൊക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ സ്ക്വയർ ഓഫ് ചെയ്തു. ഈ 3900 രൂപയും പ്ലസ് ഈ 1000 രൂപ, ഇത് രണ്ടോ കൂട്ടുകാർ 5000 രൂപ ആയിരിക്കും. 5000 രൂപ താഴെ 4500 വന്നപ്പോഴത്തേക്കും ഞാൻ സ്ക്വയർ ഓഫ് ചെയ്തു, 2 സ്ക്വയർ. ബട്ട് ചെയ്യരുതാഞ്ഞു, അത് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇന്നത്തെ ടോട്ടൽ പ്രോഫിറ്റ് ഏകദേശം ഒരു 10K എബോവ് പോയേനെ. ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ പരമാവധി ട്രേഡ് കുറയ്ക്കാൻ ട്രൈ ചെയ്യാറുണ്ട്, പക്ഷേ സാധിക്കാറില്ല. അതാണ് കാരണം ഇതെല്ലാം ഓപ്പർച്യൂണിറ്റി ആണെന്ന് തോന്നും. ഒന്നും ഓപ്പർച്യൂണിറ്റി അല്ല താനും. കുറച്ചൊക്കെ മെച്ചപ്പെട്ട് വരുന്നുണ്ട്. എന്താ പറയുന്നത്, ഈ അവസാന ദിവസങ്ങളിലൊക്കെ ഞാൻ ചെയ്ത ട്രേഡുകളൊക്കെ കുറച്ച് എണ്ണം കുറവാണെന്ന് ഞാൻ പ്രതീക്ഷിക്കേണ്ട 11 ട്രേഡ് 12 ട്രേഡൊക്കെയാണ്. ബട്ട് എന്താ പറയുന്നത്, കുറച്ച് ട്രേഡ് ചെയ്ത ദിവസങ്ങളുണ്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം മാക്സിമം ഒരു 3-4 ട്രേഡ് കൂടുതൽ എടുക്കാതിരിക്കുക. നല്ല ഡയറക്ഷൻ വ്യൂ കിട്ടുമ്പോൾ മാത്രം ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഉദാഹരണം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് നല്ല രസമുള്ളതായിരുന്നു. പക്ഷേ ഇതൊന്നും ഞാൻ കണ്ടുപോലില്ല. ഇതിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പോയതുകൊണ്ട് പോയതാണ്, അല്ലെങ്കിൽ ഞാൻ ഇവിടേക്ക് ഒരു ഷോട്ട് എടുക്കേണ്ടതാണ്. ഈ ഒരു റെഡ് ക്യാൻഡിൽ കാണുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ എൻഗൾഫിങ്, എന്താ പറയുന്നത്, ബിയറിഷ് എൻഗൾഫിങ് ആണല്ലോ ഇത്. അപ്പോൾ ഇതിൻ്റെ ബോട്ടത്തിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 166 പോയിൻ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഓപ്ഷൻ പ്രീമിയത്തിലാണെങ്കിൽ എൻഗൾഫിങ് ഇവിടെയാണ്. ഓക്കെ, ഇതിൻ്റെ ക്ലോസ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു 80 പോയിൻ്റ് 100 പോയിൻ്റ് ഒന്ന് കഷ്ടിച്ച് കൂട്ടിക്ക് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും 1500 രൂപ പ്രോഫിറ്റ് വരേണ്ടതാണ്. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ്. അപ്പം ഞാൻ അങ്ങനത്തെ പാറ്റേൺസ് ആണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കും, പിന്നെ അതുപോലെ തന്നെ എൻഗൾഫിങ്, ഇതൊക്കെ ഒരു എന്താ പറയുന്നത്, എൻഗൾഫിങ് തന്നെ പറയാൻ പറ്റില്ല. ഇതൊരു എന്താ പറയുക, സ്ട്രക്ചർ ഫെയിലിയർ ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം കൂടുതലും ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കണ്ടിന്യൂഷൻ വരേണ്ടതാണ്. ബട്ട് അവിടെ ബയേഴ്സ് ഇല്ലാത്തതുകൊണ്ട് അത് ഫെയിലായി. അപ്പം ഇവിടെ ബൈ ചെയ്തവരും ഇവിടെ നിന്ന് ബൈ ചെയ്തൊരു സ്വിങ് ആണെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തവരും എല്ലാവരും ബെയിലൗട്ട് ചെയ്യും, അതായത് ഇറങ്ങിപ്പോവും. അപ്പോൾ അതൊരു സെല്ല് തന്നെ, കുറേ സെല്ലിങ് പ്രഷർ വരും. അപ്പോൾ താഴത്തേക്ക് പോകും എന്നുള്ളൊരു അങ്ങനെ കാണുന്ന ആളാണ് ഞാൻ എപ്പോഴും. അപ്പം ഈ എൻഗൾഫിങ്ങിന് അങ്ങനെയുള്ള എൻഗൾഫിങ് ആണെങ്കിൽ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ ട്രേഡൊക്കെ. അപ്പം എന്താ പറയുന്നത്, ഇവിടെ വേറെ എൻഗൾഫിങ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ബുള്ളിഷ് എൻഗൾഫിങ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഏകദേശം സിമിലറാണ്. ഈ ക്യാൻഡിലും കൂടെ ഒക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇവിടുന്ന് ഷോർട്ട് ചെയ്തവരൊക്കെ ഇറങ്ങുമായിരിക്കും, കാരണം അവരുടെ പ്രോഫിറ്റ് കുറേയൊക്കെ ഇറങ്ങും. ഇവിടെ ഷോർട്ട് ചെയ്തവർ ഇറങ്ങും. അപ്പം ഈ ക്യാൻഡലിൻ്റെ ക്ലോസിലൊക്കെ ഷോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എവിടുന്ന് ഷോർട്ട് ചെയ്തവരൊക്കെ ആണെങ്കിലും ഇതൊക്കെ കണ്ട് ഇവിടം വരെ എത്തുമ്പോഴത്തേക്കും അവരത് സ്ക്വയർ ഓഫ് ചെയ്ത് പോകും. അപ്പം ബെയിലൗട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു ബൈയിങ് പ്രഷർ വരും, അതിൻ്റെ പുറത്ത് അങ്ങനെ പോകുന്നൊക്കെ കരുതുന്ന ആളാണ് ഞാൻ. അങ്ങനെയൊന്നും എപ്പോഴും ഒന്നും പോകാറില്ല.
അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്താ പറയുന്നത്, അങ്ങനത്തെ ട്രേഡ്സൊക്കെയാണ് ഞാൻ കൂടുതൽ എടുക്കുന്നത്. ബട്ട് ഇതൊന്നും എനിക്ക് മനസ്സിലായ പോലും ഇതൊക്കെ ഞാൻ ഇവിടെ സത്യം പറഞ്ഞ ഒരു നല്ല ഒരു ഫെയിലർ ഉണ്ട്. ഒരു എന്താ പറയുന്നത്, ഒരു ഈസി ട്രേഡാണ്. ബട്ട് അതും കിട്ടിയൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് അപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ച് ഇവിടെ ഒരു ഫെയിലർ ഉണ്ടാകുന്നു. അപ്പോൾ ഫെയിലർ കഴിയുമ്പോഴത്തേക്കും ഒരു എന്താ പറയുന്നത്, ഒരു ഇങ്ങനത്തെ ഫെയിലറൊക്കെ വരുമ്പോഴത്തേക്കും ഈ മേളിൽ നിന്നുള്ള ഫെയിലറൊക്കെ നന്നായിട്ട് ഡൗൺലോഡ് അടിക്കും. അതൊക്കെ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ഏകദേശം അതൊക്കെ അങ്ങ് പോയിരുന്നു തന്നെ. പക്ഷെ അവിടം വരെ ഒന്നും വെയിറ്റ് ചെയ്യാനുള്ള പേഷ്യൻസ് ഒന്നും നമുക്ക് ആർക്കും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഉണ്ടാക്കി, പക്ഷേ എനിക്കില്ല എന്തായാലും. ഞാൻ ഈ ഒരു റെഡ് ക്യാൻഡിലൊക്കെ കാണുമ്പോഴത്തേക്കും മാക്സിമം ഇതിൻ്റെ ഇവിടെ ഒക്കെ എത്തുമ്പോഴത്തേക്കും ഞാൻ ഓടിയിട്ടുണ്ടാവും. ബട്ട് സ്റ്റിക്ക് ഓൺ ചെയ്തിരുന്നെങ്കിൽ ക്ലോസ് വരെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു 1000 പോയിൻറ്റിൻ്റെയൊക്കെ 500 പോയിൻ്റെങ്കിലും മിനിമം ഓപ്ഷനിൽ കിട്ടും. 500 പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ക്യാച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഹനുമാൻ ഗെയിൻ ഗോഡ് ലെവൽ ഡിസിപ്ലിൻ വേണം. 7500 ഒറ്റ ലോട്ടിൽ 7500 രൂപയൊക്കെ ചെയ്തിട്ടില്ലെന്നെല്ലാം ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു ലോട്ടിൽ എനിക്ക് 5000 രൂപയൊക്കെ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സഡൻ സ്പൈക്സും മൂവ്സൊക്കെ വരുമ്പോഴത്തേക്കുള്ള, അല്ലാതെ സ്കില്ലിൻ്റെ പുറത്ത് കിട്ടിയൊന്നുമല്ല. ഞാനിപ്പോൾ എഗ്രി ചെയ്യുന്നു. അപ്പോൾ ഇതാണ് സംഭവം. 2025 ഞാൻ രക്ഷപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താ പറയുക, മേ ബി, ഹോപ്പ്ഫുള്ളി. അപ്പം എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ജനുവരി അവസാനമാകുമ്പം ഒരു വീഡിയോയും കൂടെ റെക്കോർഡ് ചെയ്ത്, എന്നെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരെണ്ണം കൂടെ ഞാൻ അപ്ലോഡ് ചെയ്തിടാം. താങ്ക് യു.